നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 40 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് എന്നുകൂടി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഉപകാരപ്പെടുന്ന സെഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പൊ ഇവിടെ ഫ്രേസൽ വെർബാണ് എഴുതാനുള്ളത്. അപ്പൊ ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ്. ആ തിരക്കുള്ള വെജിറ്റബിൾ മാർക്കറ്റില് ബോംബ് എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ചു. അപ്പൊ എക്സ്പ്ലോഡഡ് എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് വെന്റ് ഓഫ്. വെന്റ് ഓഫ് ആണ് എക്സ്പ്ലോഡഡ്. ഓക്കെ, അടുത്തത് ചൂസ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ തന്നിരിക്കുന്ന സെന്റൻസ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വിച്ച്, വാട്ട്, വൈ അങ്ങനെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുക. ശേഷം ഓക്സിലറി വേർബ് എഴുതുക. ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ മോഡൽ ഓക്സിലറിയും ഉണ്ട്, പ്രൈമറി ഓക്സിലറിയും ഉണ്ട്. അപ്പൊ ഓക്സിലറി വെർബ് എഴുതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും കിട്ടി. വൈ കാണ്ട്, വൈ ഹാവ്. ബാക്കി ഈ ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാമല്ലോ. ബി എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് കാൺ വൈ, അതായത് ക്വസ്റ്റ്യൻ വേർഡ് രണ്ടാമതാണ് വന്നിരിക്കുന്നത്. അപ്പം അതും അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അപ്പം എയും ഡിയും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത് സബ്ജക്റ്റ് വരണം. അപ്പോൾ മൂന്നാമത് വി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് രണ്ടിലും വന്നിരിക്കുന്നത്. പിന്നെ മെയിൻ വേർബ് എന്ന് പറയുന്നത് ഹാവ്. ഓക്കെ, ഹാവ് ആണ് ഇവിടുത്തെ മെയിൻ വേർബ്, കാണ്ടല്ല. ഓക്കെ, ശേഷം ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ആകെ ഡിഫറൻസ് ഉള്ളത് ഹാവും കാണ്ടും മാത്രമാണ്. ഓക്കെ, അത് ഇങ്ങോട്ടും മാറിപ്പോയി. കാണ്ട് ഇവിടെ വന്നു, ഹാവ് ഇപ്പുറത്ത്. ഇവിടെ ഹാവ് ഇവിടെ വന്നു, കാണ്ട് ഇവിടെ വന്നു. ആദ്യത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. വൈ കാണ്ട് വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ്. വൈ ഹാവ് വി കാണ്ട് അങ്ങനെയല്ലല്ലോ, വൈ കാണ്ട് വി ഹാവ് എന്നല്ലേ പറയാ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത് ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി. അപ്പൊ ലെറ്റസിൽ സ്റ്റാർട്ട് ചെയ്താൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഷാൽ വി ആയിരിക്കും. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടി ഉടനടി തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനി അധികം ദിവസമില്ല. അതുകൊണ്ട് റിവിഷൻ ബാച്ച് കോഴ്സ് 35 ഡേയ്സ് കൊണ്ട് ഫുൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു റിവിഷൻ ബാച്ച് കോഴ്സ് ഒക്ടോബർ 14 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ഈ കോഴ്സ് എല്ലാം കിട്ടുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രം മതി. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 150 ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് 60 ഡേയ്സ് ബാച്ച് കോഴ്സ് ഒക്ടോബർ 6 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. LGS മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 50 ഡേയ്സ് ബാച്ച് കോഴ്സും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റിസർച്ച് ഓഫീസറിന് വേണ്ടിയിട്ട്, അതുപോലെ 12th ലെവൽ CPO മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്, LGS മെയിൻസിന് വേണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കോഴ്സുകളുമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ്. അപ്പോൾ ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ് ദ മോർ എന്ന് പറയുന്ന പ്രയോഗമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ്, ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ദ മോർ എന്ന് പറയുന്ന പ്രയോഗമാണ് ഇവിടെ വരുന്നത്. കൂടുതൽ പഠിക്കും തോറും കൂടുതൽ മനസ്സിലാകും എന്ന അർത്ഥത്തിൽ. ഓക്കെ, അടുത്തത് ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അക്കോമഡേറ്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? C ആണ്. 2 C ഉണ്ട്, 2 M ഉണ്ട്. ACCOMMODATE ആണ് അക്കോമഡേറ്റ്. We live in dash big house with a white door. അപ്പോൾ ഒരു പ്രത്യേക വീടിനെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ആണ് ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. വി ലീവ് ഇൻ ദ ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ. ഓക്കെ, അടുത്തത് ഇഫ് യു ത്രോ ദ നൈഫ് ഡാഷ്. അപ്പം ഇഫ് യു ത്രോ എന്ന് പറയുന്നത്
ഫസ്റ്റ് ഫോം ആണ്. അതായത് ഇഫ് ക്ലോസിൽ V1 അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്താണ് വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ എ, ഐ വിൽ ഗെറ്റ് ഡൗൺ. ഐ വിൽ ഗെറ്റ് ഡൗൺ ആണ് ആൻസർ. ഇഫ് യു ത്രോ ദ നൈഫ് ഐ വിൽ ഗെറ്റ് ഡൗൺ. ഓക്കെ, അടുത്തത് സിനോണിം ഓഫ് കൈൻഡ് ഹാർട്ടഡ്. കൈൻഡ് ഹാർട്ടഡ് എന്ന അർത്ഥം വരുന്ന ഏതാ? ബെനവോലന്റ്. ബെനവോലന്റ്. ഡച്ച് കറേജ് മീൻസ്, ഡച്ച് കറേജ് എന്ന് വെച്ചാൽ മദ്യാസക്തിയിൽ ലഭിക്കുന്ന ധൈര്യം, അതായത് മദ്യം കഴിക്കുമ്പോൾ ലഭിക്കുന്ന ധൈര്യം. അപ്പോൾ കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ ആണ് ഡച്ച് കറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പോലീസ് ആസ്ഡ് ഡാഷ്. അപ്പൊ ദ പോലീസ് ആസ്ഡ് എന്ന് കാണുമ്പോഴേ അവിടെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെന്ന് ഓർത്തോളാം. ദ പോലീസ് ആസ്ഡ് വെയർ ഹിസ് ഹോം വാസ്. അപ്പം പോലീസ് ചോദിച്ചെന്തായിരിക്കും? വെയർ ഈസ് യുവർ ഹോം എന്നായിരിക്കും. വെയർ ഈസ് യുവർ ഹോം. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദ പോലീസ് ആസ്ഡ് വെയർ ഹിസ് ഹോം വാസ്. ഓക്കെ, അടുത്ത ചോദ്യം ആന്റോണിം ഓഫ് കമ്പൽസറി. കമ്പൽസറി എന്ന് വെച്ചാൽ എന്താണ്? നിർബന്ധമായും ചെയ്യേണ്ടുന്ന. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? വോളണ്ടറി. വോളണ്ടറി. കമ്പൽസറിയുടെ ഓപ്പോസിറ്റ് എന്താ? വോളണ്ടറി. അടുത്ത രണ്ട് ചോദ്യവും PSC ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ്, 82ഉം 83ഉം. ഓക്കെ, അടുത്ത 84. The editor was editing an important news. The passive form of the sentence. The editor was editing an important news. അപ്പൊ ഇവിടെ പാസീവ് ഫോമിൽ ആക്കുമ്പോൾ ആദ്യം എന്തെടുക്കുക? ഒബ്ജക്റ്റ് എടുക്കുക. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് an important news ആണ്. an important news എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അതിനു മുന്നേ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണ് കിടക്കുന്നത്? വാസ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ്? വാസ് ഓർ വെയർ പ്ലസ് ബീങ് പ്ലസ് V3 ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ന്യൂസ്. ആൻഡ് ഇമ്പോർട്ടന്റ് ന്യൂസ് സിംഗുലർ ആയതുകൊണ്ട് വാസ് ചേർക്കുക. വാസ് ബീങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആൻഡ് ഇമ്പോർട്ടന്റ് ന്യൂസ് വാസ് ബീങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. അടുത്ത ചോദ്യം, മൈ ഡോട്ടർ വാസ് റിജോയിസ്ഡ് ഡാഷ് ഹിയറിംഗ് ദ റിസൾട്ട്. അപ്പൊ റിജോയിസ്ഡിന്റെ കൂടെ ചേർക്കാനുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അറ്റ് ആണ്. റിജോയിസിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് റിജോയിസ്ഡ് അറ്റ് ഡൂയിങ് സംതിങ്. റിജോയിസ്ഡ് അറ്റ് സംതിങ്ങും ഉണ്ട്, റിജോയിസ്ഡ് അറ്റ് ഡൂയിങ് സംതിങ്ങും ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് റിജോയിസ്ഡ് അറ്റ് ഡൂയിങ് ആണ്. ഡൂയിങ്, ഹിയറിംഗ് ദ റിസൾട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, റോബർട്ട് വാസ് ഇൻഅറ്റൻറ്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡന്റ്. സോ, അതായത് ആദ്യത്തേതിന്റെ റിസൾട്ട് ആണ് രണ്ടാമത്തത്. അതിനാൽ സോയാണ് ഇവിടെ ചേർക്കാനുള്ളത്. ഇപ്പൊ റോബർട്ട് വാസ് ഇൻഅറ്റൻറ്റീവ്, കാരണം എന്താ? അവനൊരു കാർ ആക്സിഡന്റ് വന്നതുകൊണ്ടാണ് അവൻ ഇൻഅറ്റൻറ്റീവ് ആയി പോയത്. ഓക്കെ, അടുത്തത്, ദ വൈറ്റ് കാർ ഈസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ദാൻ ദ ഗ്രീൻ. സ്ലൈറ്റ്ലി മോർ. സ്ലൈറ്റ്ലി മോർ. പീറ്റർ ഡാഷ് ഹിസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. അപ്പൊ ആദ്യം ചെയ്ത പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് ചെയ്ത പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലുമാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം ചെയ്തത് എന്താണ്? പീറ്റർ അവന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. ശേഷമാണ് ആര് വന്നത്? ടീച്ചർ വന്നത്. അപ്പോൾ ആദ്യം ചെയ്ത പ്രവൃത്തി ഹാഡ് കംപ്ലീറ്റഡ്, പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയാനുള്ളത്. അപ്പോൾ മങ്കീസിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ട്രൈബ്. ട്രൈബ് ഓഫ് മങ്കീസ്. കുരങ്ങന്മാരുടെ കൂട്ടത്തെ ട്രൈബ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ദ വെദർ ഫോർകാസ്റ്റ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോം. ഡെസ്പൈറ്റ് ആണ്. ഡെസ്പൈറ്റ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും എന്ന അർത്ഥത്തിൽ ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇവിടെ എന്ത് ചേർക്കണമായിരുന്നു? ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് ആണ് ചേർക്കാനുള്ളത്. ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഇല്ലാത്ത സ്ഥിതിക്ക് ഡെസ്പൈറ്റ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ LDC ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട് 2017 നടന്ന പരീക്ഷയുടേതാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ LDC കോട്ടയം, വയനാട് 2017 നടന്ന ചോദ്യ പേപ്പറാണ്. അപ്പൊ അതിലെ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ഗ്രീവ്. ഗ്രീവിന്റെ ഓപ്പോസിറ്റ്, ഗ്രീവ് എന്ന് വെച്ചാൽ എന്താ? ദുഃഖിക്കുക ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സന്തോഷിക്കുക, റിജോയ്സ്. റിജോയ്സ് ആണ് ഓപ്പോസിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിമിലർ ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ബെസ്റ്റൗഡ്. ബെസ്റ്റൗഡിന്റെ സെയിം മീനിങ് വരുന്നത് ഏതാണ്? ബെസ്റ്റൗ എന്ന് വെച്ചാൽ എന്താണ്? ഗീവ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ
കോൺഫേർഡ് ആണ്. എ ട്രീ ഓൾവേസ് ഹാസ്, ട്രീ എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കണം? ഹൈറ്റ് ഉണ്ടായിരിക്കണം, ഹൈറ്റ്. ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വേർഡ് യൂസ്ഡ് ഇൻ ഏൻഷ്യന്റ് ടൈംസ് ബട്ട് നോ ലോങ്ങർ ഇൻ ജനറൽ യൂസ് നൗ. അപ്പൊ അങ്ങനെ പറയുന്ന ഓൾഡ് ആൻഡ് നോ ലോങ്ങർ യൂസ്ഡ്, ആർക്കേക്ക് എന്നാണ് ആ വേർഡ്. Choose the word which can be substituted. The custom of having more than one husband at the same time. Husband, ബഹുഭർത്തൃത്വം, പോളിയാൻഡ്രി ആണ്. അപ്പം ബഹുഭാര്യാത്വം എന്താണ്? പോളിഗമി. ഓക്കെ, പോളിയാൻഡ്രി ആണ് ബഹുഭർത്തൃത്വം. അടുത്ത ചോദ്യം, നോ സൂണർ ഹി ഹാഡ് റിട്ടേൺ ഹോം ദെൻ ഹിസ് മദർ ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ ഹി ഹാഡ് റിട്ടേൺ അതിനെ റീപ്ലേസ് ചെയ്ത് എന്താ എഴുതുക? നോ സൂണർ ഡിഡ് ഹി റിട്ടേൺ ഹോം ദാൻ. നോ സൂണറിന്റെ കൂടെ ദാൻ ആണ് ചേർക്കാനുള്ളത്. അപ്പൊ നോ സൂണർ ഡിഡ് ഹി റിട്ടേൺ ഹോം ദാൻ ഹിസ് മദർ ഫെൽറ്റ് ഹാപ്പി. അടുത്തത്, വിൽ യു ലെൻഡ് മീ ഫ്യൂ റുപ്പീസ് ഇൻ ദിസ് അവർ ഓഫ് നീഡ്. വിൽ യു ലെൻഡ് മീ ഫ്യൂ റുപ്പീസ്. അപ്പോൾ ഫ്യൂ റുപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല എന്ന അവസ്ഥയാണ്. അപ്പൊ കുറച്ചെങ്കിലും എന്ന അതല്ലേ വേണ്ടത്. അപ്പോൾ എന്താ ചേർക്കാനുള്ളത്? എ ഫ്യൂ ആണ് ചേർക്കാനുള്ളത്. അപ്പോൾ വിൽ യു ലെൻഡ് മീ എ ഫ്യൂ റുപ്പീസ് ഇൻ ദിസ് അവർ ഓഫ് നീഡ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, വൺ വേർഡ് ഹാസ് ബീൻ മിസ്പെൽഡ്, ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ്. മിസ്പെൽഡ് വേർഡ് ഇതിൽ ഏതാണ്? സൈക്കോളജിസ്റ്റ്, ഫിസിയോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, സൈക്കോ അനലിസ്റ്റ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ളത് സൈക്കാട്രിസ്റ്റിന്റെ സ്പെല്ലിംഗ് ആണ്. സൈക്കാട്രിസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന സ്പെല്ലിംഗ് അല്ല ശരി. കറക്റ്റ് ആയിട്ടുള്ളത് PSYCHIATRIST. AI അല്ല, IA ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ചൂസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ് ഫ്രം ദ ഓപ്ഷൻസ്. മോർട്ടലിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇമ്മോർട്ടൽ. മോർട്ടൽ എന്ന് വെച്ചാൽ നശ്വരമായത്. ഓപ്പോസിറ്റ് ഇമ്മോർട്ടൽ, ശാശ്വതമായത്. അടുത്തത്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ടു ബി ഫിൽഡ്. മാൻ ഡസ് നോട്ട് ലീവ് ബൈ ഡാഷ് എലോൺ, ബ്രെഡ് എലോൺ. ബ്രെഡ് എലോൺ ആണ്. ബൈബിളിലെ ഒരു വാചകമാണിത്. അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് കൂടാതെ മനുഷ്യന് ആത്മീയ ജീവിതം കൂടിയുണ്ട് എന്ന് അർത്ഥമാക്കുന്നതാണ്. അപ്പൊ ഇതില് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ സെക്കൻഡ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വി വുഡ് ഹാവ് ലോസ്റ്റ്, വുഡ് ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹാഡ് പ്ലസ് V3 വരണം. അപ്പൊ ഇവിടെയും വുഡ് ഹാവ് ആണ്. ഇഫ് ക്ലോസിലും വുഡ് ഹാവ് ആ വന്നിരിക്കുന്നത്. അപ്പൊ ഇഫ് യു ഹാഡ്, പിന്നെ സക്കംഡ് ഇവിടെ ഉണ്ട്, V3 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതാ ഉത്തരം? ഇഫ് യു ഹാഡ് സക്കംഡ് ടു ഹിസ് പ്രഷർ വി വുഡ് ഹാവ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ യു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, though his actions were severe criticized, he didn't lose his temper. Were severe criticized കറക്റ്റ് ചെയ്യാനാണ് were severely criticized. അപ്പൊ ക്രിട്ടിസൈസ് എന്ന് പറയുന്ന വേർബ് അതിനെ വിശേഷിപ്പിക്കാൻ സിവിയർലി എന്ന് പറയുന്ന ആഡ് വേർബ് ഉപയോഗിച്ചു. സിവിയർ എന്ന് മാത്രം തന്നിട്ടാൽ അത് അഡ്ജക്റ്റീവേ ആവത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, he failed in his attempt to disperse the mob before the miscreants sets the fire on the bus. Sets the fire on the bus അല്ല, set the bus on fire. ഓക്കെ, അപ്പൊ മിസ്ക്രിയാൻസ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബായ സെറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സെറ്റ് ദ ബസ് ഓൺ ഫയർ. യോഗിക് എക്സസൈസസ് ആൻഡ് മെഡിറ്റേഷൻ സീംസ് ടു ബി ഓഫ് ഹെൽപ്പ് മോഡേൺ മെൻ ആൻഡ് വിമൻ ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് ആൻസൈറ്റി. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാ? സീംസ് ടു ബി അല്ല, സീം ടു ഹെൽപ്പ് ആണ്. സീം ടു ഹെൽപ്പ് ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. യോഗിക് എക്സസൈസസ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് സബ്ജക്റ്റ് ആണ്. അപ്പൊ പ്ലൂറൽ ആണ് അവിടെ. അപ്പൊ സീം ടു ഹെൽപ്പ് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, ദ മാൻ ഫെഡ് ദ ഗേൾ. പാസീവ് വോയിസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് ഫോമിലേക്ക് ആക്കാൻ സബ്ജക്ട് എന്ന് പറയുന്ന ഒബ്ജക്ട് ഓഫ് ദ ഗിവൺ സെന്റൻസ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് ചേർക്കേണ്ടത്. അപ്പൊ ദ ഗേൾ അല്ലേ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദ ഗേൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പോ വാസ് ചേർത്തു. ദ ഗേൾ വാസ് ഫെഡ് ബൈ ദ മാൻ. അടുത്തത്, ജോൺ സെഡ് ഐ ഗോ ഔട്ട് ടു ഓഫൺ. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം. ജോൺ സെഡ് ദാറ്റ് ഐ ഗോ ഔട്ട് എന്നുള്ളത് എന്താവും? ജോൺ സെഡ് ദാറ്റ് ഹി വെന്റ് ഔട്ട് ടു ഓഫൺ. ഗോ എന്നുള്ളത് വെന്റ് ആക്കിയാൽ മതി. V1 എന്നുള്ളത് V2 ആക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടൈം ഡാഷ് യുവർ വാച്ച്. വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്. അതായത് നിങ്ങളുടെ വാച്ചിൽ സമയം എത്രയായി എന്നുള്ളൊരു മീനിങ് ആണ്. വാട്ട്സ് ദ ടൈം ബൈ യുവർ വാച്ച്. ഓക്കെ,
അടുത്ത ചോദ്യം, ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. പ്രിഫറിന്റെ കൂടെ എന്താ, ടു ആണ് ചേർക്കേണ്ടത്. അപ്പോൾ പ്രിഫർ സംതിങ് ടു സംതിങ് എൽസ്. പ്രിഫർ കോഫി ടു ടീ. മിസ്റ്റേക്സ് ആർ ഡാഷ് ഫോർ us to change. മിസ്റ്റേക്സ് ആർ there for us to change. There are mistakes. Mistakes are there എന്നുള്ള മീനിങ് ആണ്. There are mistakes. Mistakes are there. ഓക്കെ. അവസാനത്തെ ചോദ്യം, ഐ ഡാഷ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ടയേർഡ് ആകത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുകയായിരുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും തുടരുന്നു എങ്കിൽ ഏത് ടെൻസ് അവിടെ യൂസ് ചെയ്യേണ്ടത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് 40 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് LDCയുടെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.